അല്ല അതോ ഇന്നലെ ഇപ്പൊ നാട്ടില് ഒന്നായിട്ട് ഒരു ആൾക്കൂട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ആണെന്നല്ലേ? അതിനാചാര്യ ഞാൻ ഈ നാട്ടിൽ നല്ല കാര്യം ചെയ്യലുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ തന്നെയല്ലേ? എനിക്കറിയാം. അസനാജിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഈ ഓരോ കമ്മിറ്റിയിലും കാര്യത്തിലൊക്കെ എന്നെ പിടിച്ചാക്കണേ. അപ്പൊ ഈ ചെയ്ത പ്രവർത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ കർമ്മസേന പോലത്തെ ഒരു സംഭവം നാട്ടിലുണ്ടാക്കിയപ്പോഴും ഞാൻ അതിന് നിങ്ങളോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ പോണ റൂട്ട് നല്ലതാണെന്നും അതുകൊണ്ട് നാടിന് ഗുണമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. എനിക്കത് മനസ്സിലായിക്കണേ. പക്ഷെ എന്താ വെച്ചാല് ഇന്നലെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നാട്ടിൽ നടന്നത് മൊത്തം. എനിക്കിപ്പോ എന്നോട് പറയാനുള്ള എന്താ വെച്ചാല് ഇന്നലെ നടന്ന പോലത്തെ ഒരു സംഭവം ഇനി നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നലെ ഏതാ ദിവസം? ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഇന്നലെ ഏതാ ദിവസം? അതോ അതെ, ഇന്നലത്തെ ദിവസം എന്താ? നല്ല ദിവസം, വലിയൊരുന്നാളുടെ ദിവസമാണ് ഇജാതി പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാണ്. എന്നിട്ട് ഒഴിഞ്ഞു പോകാത്ത ഒരാൾക്കൂട്ടും നേരം വെളുത്ത് വൈകുന്നേരമായിട്ടും ഈ ആൾക്കൂട്ടം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു നാണക്കേട് ഇന്നെ പോലത്തെ ആര്യന്മാർക്ക് തല നിർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. അടുത്ത അങ്ങാടിക്ക് ചെല്ലുമ്പോഴും അവിടേക്ക് ചെന്നാലും ഇവിടേക്ക് ചെന്നാലൊക്കെ നാട്ടുകാർ ചോദിക്കണം എന്താ നിങ്ങളെ നാട്ടില് പ്രശ്നം, എന്താ നിങ്ങളെ നാട്ടില് പ്രശ്നം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ പരിപാടി എന്റെ ഈ ചെയ്യണ മോശം എന്നല്ല പറയണത്. ഇജ്ജ് അങ്ങനെ കണക്കൂട്ടിയണോ? ഇല്ല 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 ഇല്ല, അത് ഞാൻ ചെയ്യണത് നല്ലതെന്നുള്ള എന്റെ മനസ്സാക്ഷിക്ക് അറിയാലോ. അറിയില്ലേ? അപ്പൊ ഇജ്ജ് ചെയ്യണ പ്രവർത്തിച്ച് ചെയ്തോ, അതിൽ തെറ്റില്ല. പക്ഷെ ചില സംഗതികൾ ഇതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര തന്നെ നമ്മൾ ചെയ്താലും നാട്ടുകാരെ നമ്മൾ നേരെ തിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്തൊക്കെ ബാത്തിലായി പോയില്ലേ? അതാണ് ആചാര്യ പറഞ്ഞത്. അപ്പൊ ഇജ്ജ് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാനേ. ആചാര്യ, ഇന്നലെ നടന്ന കാര്യത്തില് എനിക്കും എന്റെ കർമ്മസേനക്കും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തോന്നി എന്നെ കുറിച്ച്? ഇല്ല ആചാര്യ, അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ വെച്ചാല് നിങ്ങൾ ചെയ്യണ കർമ്മങ്ങളിൽ തെറ്റില്ല. അതായത് ഇത് നാടിന് ആവശ്യം തന്നെയാണ് കർമ്മസേന പോലത്തെ ഒരു സംഭവം നാട്ടിലുണ്ടാവുമ്പോ അതിന്റെ ഗുണങ്ങള് ഇനി മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അസനാജിക്ക് അത് മനസ്സിലായിക്കണേ. ഏത് കുറെ കുട്ടികളെ അല്ലെ നിങ്ങൾ ഉപദേശം കാര്യമൊക്കെ കിട്ടുമ്പോ കുട്ടികളൊക്കെ നന്നാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഈ കുട്ടികളെ ഒറ്റയടിക്ക് നന്നാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിൽ പെട്ടപ്പോ ഞാനിപ്പോ ഇതിലാണ് പെട്ടെന്ന് കൂട്ടുക. നിങ്ങൾക്ക് ഒറ്റയടിക്ക് പിന്നെ തിരുത്താൻ കഴിയൂല. നിങ്ങൾ എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാനുള്ള സമയമൊക്കെ തരണം. പിന്നെ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരിക, എന്നിട്ട് പല ഇങ്ങോട്ട് പിടിച്ചാണ്ട് വീഡിയോസ് എടുക്കുക, വിടുക, അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ ഈ നാട്ടിൽ നടക്കണ്ടല്ലോ. ഈ വീഡിയോസ് എടുത്തൊക്കെ വിടുമ്പോ ഇവലെ അഭിമാനത്തിന് ക്ഷത ഏൽക്കണ കോലത്തിൽ അത് വരുന്നേ. അപ്പൊ ഇവർക്ക് നമ്മളോട് ഉണ്ടായാലും ഇഷ്ടമല്ല, അത് നേരെ മറിച്ച് ദേഷ്യം ഉണ്ടാകുക. ആ ദേഷ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കുട്ടികളെ മനസ്സ് പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടികളായി വലുതായതല്ലേ. അപ്പൊ നമുക്ക് കുട്ടികളെ മനസ്സൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു അന്യ നാട്ടിൽ പോയാലും ഞാൻ അത് ആദ്യം എടുത്ത് വെച്ച അതുകൊണ്ടാണ്. എന്നോട് വെറുപ്പുണ്ടായിട്ടല്ല, എനിക്ക് എന്നോട് വെറുപ്പുള്ളതായിട്ട് തോന്നിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ അടുത്ത അങ്ങാടിയിൽ ഒരു പരിപാടിക്കോ ഒരു ആവശ്യത്തിനോ പോയാല് നമ്മളെ അങ്ങാടിന്റെ പേര് അവിടെ മോശമാണ്. നിങ്ങളെ അങ്ങാടിയിലാണല്ലോ ഈ പ്രശ്നം നടക്കണത്. നിങ്ങളെ അങ്ങാടിയിൽ എല്ലാവരും ഈ കഞ്ചാവും പിന്നത്തെ എന്തോ ഒരു പൗഡറൊക്കെ ഇറങ്ങിയല്ലോ, എന്താ CD MD എന്നൊക്കെ പറഞ്ഞാണ്ട്. അതന്നെ, അതാണ് അതിന്റെ പേര് എനിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കല് തുടങ്ങി. നമ്മളെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടോന്നൊക്കെയാണ് ചോദിക്കണേ. അപ്പൊ ഒരു കല്യാണോ കാര്യമൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇത് നടക്കാത്തൊരവസ്ഥ വരൂലേ? അപ്പൊ നമുക്ക് അത് വിഷമമുള്ള കാര്യല്ലേ? നമുക്കും വളർന്നിരുന്ന കുട്ടികളില്ലേ? അതോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മോശം എന്നല്ല. പിന്നെ നമ്മൾ പിടിച്ചാൻ പാടാ ഒരാളെ തല്ലുക കുത്തുക, ഇവർക്കും കുടുംബം ഉണ്ടാവൂലേ? ഇതൊക്കെ നമ്മൾ ആലോചിക്കണോ? ഇനിയിപ്പോ തല്ലുക കുത്തുക എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തല്ലി കുത്തി ഈ കൗമക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാലോ പോലീസും കേസും കൂട്ടൊക്കെ വരുമ്പോ ഓടാൻ ആരും ഉണ്ടാവൂല. നമ്മൾ കിടന്ന് ഓടേണ്ടി വരും. അപ്പൊ എന്റെ പൈലൊക്കെ കിടന്ന് ഓടാന്ന് പറയുമ്പോ എനിക്കും ഒരു വിഷമമുണ്ട്. എന്റെ ബാപ്പി ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് വലിയ കമ്പനിയാ, വലിയ ചെങ്ങൈമാരായി വളർന്ന ഞങ്ങള്. അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ പെടുകയെന്ന് കേൾക്കുമ്പോഴും വിഷമാണ്. അതാണ് നോക്കി കണ്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളെ കുട്ടികളെ മാതിരി കണക്കാക്കിയിട്ടാ ഞാൻ ഇത് പറയണേ. നമ്മൾക്ക് വേണ്ടി അതാണ് നല്ലതെന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. നമ്മളെ കുട്ടികളല്ല എല്ലാരും. എന്നാട്ട് പോര്. പിന്നെ ഈ നാട്ടില് വന്നുകാണ്ട് 5 ഇല്ല 3 ഇല്ലാത്ത ഈ കളി ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കി കളി ഉണ്ട് കേട്ടാ. പൂത്തിയ കോടലെടുത്താളും. അല്ലതോ ആരേ? പൊന്നാരാചാര്യ, എനിക്കറിയില്ല അത് ആരാണെന്നുള്ളത്. എന്റെ മേല് വന്നാണ്ട് ഒരാൾ തുടർന്നുണ്ട്, എനിക്ക് ആളറിയിക്കും. എന്റെ മേത്തേക്കാണ് ആചാര്യ വരുന്നത്. ഞാൻ ഈ ചെങ്ങാൻ ആദ്യമായിട്ടാണെന്ന്. അല്ല കുട്ടിയെ, എനിക്കിപ്പോ എവിടേക്ക് തിരിഞ്ഞാലും പ്രശ്നമാണല്ലോ. രാത്രി അറിയണ്ട. ഈ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ചങ്ങാടിയിലെവിടെ? ഇല്ല, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ എനിക്ക് ഒരു ഇതായിട്ട് തരാം, ഒരു ഉപദേശം കൂട്ടിയാൽ മതി. അതായത് ഇജാതി ആൾക്കാരെ എടുത്തു വരുമ്പോ നല്ല നോക്കേണ്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനാത്രം വലുപ്പത്തിലുണ്ട്.
ഇജ അതിന്റെ അടിയിൽ പോയിട്ടാണ് ഇഞ്ചിന്റെ തൊട്ട് തവള കുട്ടി കുടിക്കാൻ മാതിരിയോ മനസ്സിലാക്കി ആ എന്നാ പോര് ഇഞ്ഞൊക്കെ കണക്കൂട്ടി ചെയ്തോ ആ. അല്ലെങ്കിലേ ഇജാതി ഓരോന്നും മേതിക്കന്ന് കേറും അത് പോരുന്നാല് പിന്നെ അതോ ആ എനിക്ക് നമ്മളെ ഉസ്മാനാജിനോട് ഒന്ന് കയറാണ്ട് സാധാ അവിടുന്ന് എന്താ വെച്ചാൽ കഴിഞ്ഞ മാസത്തെ ആ പള്ളി പൈസ കിട്ടിയിട്ടില്ല ആയിക്കോട്ടെ മോൻ വന്നിട്ടില്ലാന്നാ ആ പറഞ്ഞത് ആ ആ ഞാനത് വാങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങാൻ കാടിക്ക് ആയിക്കോട്ടെ ആ. ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ആ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ നോക്കി കണ്ടൊക്കെ ചെയ്തോ ഇജാതി ഓരോ ഉലുമാല് പെരേക്ക് തലേക്ക് വരും ഇൻഷാ അല്ലാ. ഇല്ല മനസ്സിലായില്ലേ? ഇല്ല 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 ആ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ ട്ടോ, ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ ആയിക്കോട്ടെ എന്നാല് എന്നാ ശരി അസ്സലാമു അലൈക്കും വാലേക്കും അസ്സലാം ഞാൻ വിളിക്കാം ചേരാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആഗോ ആ എവിടുന്നായിരുന്നേ എന്താ പാട് നല്ല പാട് ഇജ്ജ് എവിടുന്നായിരുന്നേ ഞാൻ വേറെ വെക്കുന്നതിന് വരികയാണ് എന്താ ഇപ്പൊ ഇലക്ഷന്റെ ഒക്കെ സംഭവം ഇലക്ഷനൊക്കെ അങ്ങനെ ഉഷാറല്ലേ നിലമ്പൂരൊക്കെ എമ്പൂര് പോവോ ബാപ്പുട്ടി കിട്ടൂല അവിടെയൊക്കെ എന്ത് വാപ്പിട്ടി അത് സുരാജ് എല്ലാവരും കൊണ്ടുപോയി സ്വരാജിന് നിങ്ങൾ കൊടുന്നിട്ടും കാര്യമൊന്നുമില്ല അത് പിന്നെ അതുകൊണ്ടൊന്നും കാര്യം നാട്ടുകാരാണ് പറയണം അവിടെ അത് ഇജ്ജ് പറയില്ല അദ്വാ സുരാജ് നിലമ്പൂര് ഇലക്ഷൻ കഴിയുമ്പോ കാണുകയെ നമുക്ക് കാണാം അത് ഒരിക്കലും അപ്പൊ ആരെ ജയിക്കല് നമുക്ക് കാണാം ആ, അവിടെ സ്വരാജ് ഇന്നിപ്പോ അവിടെ കുറെ നാഞ്ഞൂളുകൾ STP ആയിട്ട് മറ്റേതായിട്ടൊക്കെ അതൊന്നും നോക്കണ്ട ആ. കോൺഗ്രസിലെ പാര നല്ലൊരാൾക്കാർ പാര ഇതൊന്ന് പറഞ്ഞു കോൺഗ്രസിലുള്ളവരൊക്കെ ഇപ്പൊ നല്ല ആൾക്കാരാണ് ആളൊക്കെ പറയും ആൾക്കാരെ പറയും കോൺഗ്രസിലുള്ള ആൾക്കാർ നല്ലൊരു ആൾക്കാരെ പറയും നല്ലതല്ലാത്ത ഇപ്പൊ ആര്യാടനെ ഇറക്കാണ് ആര്യാടെ മുഹമ്മദ് അവിടെ ചെയ്യാത്ത കാര്യങ്ങളില്ല ആ. അത് അതേപോലെ തന്നെ ഇപ്പൊ മുഹമ്മദ് വന്നിട്ടില്ലേ ഇതിന്റെ ഇടക്ക് അതൊന്നല്ല വിറ്റ് ഇതിനിടക്ക് ഇപ്പൊ ബഹാറിനാൾ അവിടെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവായിക്കാണ്ട് വീണ്ടും MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാളുണ്ട് അവിടെ അതാരാ മറ്റാളോ ആ അൻവർ ആ ഓന്റെ കാര്യം പറയണ്ട പോരാത്തരം കൊണ്ട് വന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പൊന്നാളത് ഞങ്ങളൊക്കെ പാർട്ടി കഴിവുകളെ എന്താ കണ്ടു അത് പറഞ്ഞ ഇങ്ങനെ നിലമ്പൂര് ഇറങ്ങി നടക്കണ്ടല്ലേ ആ. അവിടെ ഇലക്ഷൻ നടക്കണ്ടേ ഇവിടെ ഇങ്ങനെ താറുമാറായിട്ട് നടന്നിട്ട് എന്താ കാര്യം അല്ല ഇതൊക്കെ പ്രശ്നമാണ് എന്തൊറ്റി എന്താണ് എനിക്ക് പ്രശ്നം ഇന്റെ തലയിൽ ഇപ്പൊ നിലമ്പൂര് കറ്റും കാര്യമൊന്നുമല്ല എന്റെ പെരിയിലൊരു വിരുന്നേരം ഒന്നിന് ആ ആ ചെങ്ങായി ഇങ്ങനെ നടന്നു പോയിക്കണ് പെരിന്ന് ഇറങ്ങി പോയതാണോ ഒരു വെള്ളത്തിന് വെള്ളപ്പായിട്ട് തടിച്ചിട്ടുള്ള ആളാ ആ തടിച്ച് കണ്ടീനോ ആ ആള് ഇതിക്കൂടെ പോയിട്ടുണ്ട് ഇതിലേ ആ ആ ഇതുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ പോയിക്കണേ ഇതിലെ മേപ്പെട്ട് പോയി. എൽപ്പിച്ചില്ലെന്നാല് പൊന്നാരെ കോയ എന്നിട്ട് വന്ന കോയാജി ഞാൻ വരാ ആ എന്നാ വാ എനിക്ക് ഒന്നുക്ക് ആഭ്യന്തരം അല്ലെങ്കിൽ വനവകുപ്പ് അത് തരാൻ പറ്റുമോ അത് തരാൻ പറ്റുമോ അത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരാം കോയ എനിക്ക് ആഭ്യന്തരല്ല മുഖ്യമന്ത്രി സ്ഥാനം വരെ എനിക്ക് ഞാൻ തരാം ഇത് രണ്ടു തന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാ ഇജ്ജ് വാ അതൊക്കെ ശരിയാക്കി തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വരും ആയിക്കോട്ടെ ഞാൻ ശരിയാക്കി തരാം. ഇജ്ജ് വാ ഇല്ലെങ്കിൽ നമ്മളെ ഇതിനെ കാക്കണ്ട ഇജ്ജ് കൊണ്ടുപോകാൻ പാടില്ല ഇജ്ജ് തൽക്കാലം പെരിയൊന്ന് വന്നത് ട്ടാ. ഞാൻ ശരിയാക്കി തരാം. ഇതൊക്കെ റെഡിയല്ലേ എന്നാ വരും പ്രധാനമന്ത്രി വരെ ഞാൻ എനിക്ക് ആക്കി തരാം ആ എന്നാ അങ്ങനെയാണെങ്കിൽ ആ. പടച്ചറബ അബുജാലാണുള്ളത് ആ മുതൽ തന്നെയാണ് ഇതിന്റെ ഏറെന്തേലും കിട്ടുമോ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ പണിയാവും സലാമലൈക്കോ ഇജ്ജോട് വന്ന കോയേ എന്താണിത് ഇത് ഉറപ്പാണല്ലോ ഇത് വാങ്ങി തരും എന്നുള്ളത് ഞാൻ വാങ്ങി തരാന്ന് പറഞ്ഞില്ല എന്നോട് ഇജ്ജ് വന്ന എന്താണ് ആരത് ഒരു മിനിറ്റ് നമ്മളാ അല്ല വരുന്നത് എത്ര കപ്പിളിജി ആഭ്യന്തരം ആ ഏയ് അവിടെ നിൽക്ക് ഇത് നമ്മളെ ചേക്കുട്ടിനെ പോകണല്ലോ ജി ആ ചേക്കുട്ടിന്റെ മോനാണ് എന്താ സംഭവം എന്താ പറഞ്ഞു ഇത് അമ്മായിന്റെ മോൻ വിരുന്നാണ് അമ്മായിന്റെ മോൻ വരുന്നെന്നാണ് വിചാരിച്ച് കയറയച്ച് വിടരുത് പെരയിന്ന് ഇറങ്ങിപ്പോയത് കണ്ടില്ലാന്ന് എന്താ പറയുക പ്രശ്നം വാങ്ങി തരുമോ എന്താ വേണ്ടി എനിക്കൊരു ആഭ്യന്തരോ ആ അല്ലെങ്കിൽ വനംവകുപ്പോ ഇത് വലിയ കേസാണോ ഇതന്നെ പറഞ്ഞെടുക്കണം ആഭ്യന്തരവും പിന്നെ വനംവകുപ്പും വേണോ അല്ലെ വനംവകുപ്പായാലും രണ്ടും വേണം ഇനി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല അത് രണ്ടും കൂടി ഇട്ടാലും ഓന് പ്രശ്നമില്ല ഉം. അപ്പൊ അതിനാ തൃപ്തിപ്പെടും ല്ലേ? ആ എന്ത് പറ്റിയാവന് അതൊന്നല്ല ഇവര് ഒന്ന് പറഞ്ഞട്ടാ ഇവര് ആ നിലമ്പൂര് വഴിക്കടവ് യാത്ര പോയിന് ആ അപ്പൊ നിലമ്പൂര് വെച്ചൊരു ഹോട്ടലിൽ ചായ കുടിച്ചാന്ന് ഇറങ്ങിയതാ എവിടെ എവിടെ ഇറങ്ങിയെ? നിലമ്പൂര് നിലമ്പൂര് ചാടിച്ചിറങ്ങിയ ആ മുണ്ടല വാങ്ങി തരാന് അത് ആ തരും, കുട്ടിയെ. വാങ്ങി തരും അതല്ല ഇത് കേക്ക് ചെക്കുന്റെ മോനെ ആ. അതായത് നിലമ്പൂര് ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്ന രോഗം അത് ഈ രോഗം മാറണ ഈ ആശുപത്രി കാട്ടിട്ട് ഒന്നും കാര്യമില്ല ഈ അസുഖം മാറുന്നിട്ട് ഈ അടുത്ത 23-ാം തീയതി കഴിയണം അപ്പൊ വനംവകുപ്പ് കിട്ടുവോ വനംവകുപ്പ് ആഭ്യന്തരമൊക്കെ ഞാൻ കുട്ടി എനിക്ക് വാങ്ങി തരാന്ന് അത് പ്രശ്നമില്ല ഞാൻ ഇവരോട് എന്തൊന്നും പറഞ്ഞോട്ടെ കേട്ടോ 23-ാം തീയതി ചെയ്യണം 23-ാം തീയതി കഴിയാതെ ഈ രോഗം മാറൂല ഇതിപ്പോ പടപ്പുകൾക്കൊക്കെ വരുന്നുണ്ട് ഈ അസുഖം ആ ഇത് മാറാത്തല്ലാതെ വേറെ വഴിയില്ല വഴിയില്ലല്ലേ? അപ്പൊ എന്റെ കുട്ടി ഒരു കാര്യം ചെയ്തു ഇതിനും കൊണ്ടാണ് പോയിക്കോളി ആയിക്കോട്ടെ കേട്ടോ
മോനോ എന്നാ മോനോ പോവല്ലേ? മോനോ എനിക്ക് ആഭ്യന്തരവും വനംവകുപ്പ് ആ, വേണം 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 ഇത് രണ്ടല്ലേ വേണമെന്ന് ആ, പറഞ്ഞു വേണം ആ മുഖ്യമന്ത്രിനോട് സംസാരിച്ചാണ് ഞാൻ അതും ശരിയാക്കി തരാം ആ അപ്പൊ 3 ആയല്ലോ ആ, എന്നാ 3 കൂടി എനിക്ക് ഇങ്ങനെ കറങ്ങാൻ പറ്റുമോ ഏത് കേട്ടോ ആ, ശരി. സുഖമില്ലേ എന്നാ കൊണ്ടേ കടക്കും ആയിക്കോട്ടെ ആചാര്യ. ശരി ആയിക്കോട്ടെ ട്ടോ. ആ, ആ, ഓക്കെ 23 അപ്പൊ കഴിഞ്ഞ ആ മറക്കണ്ട അല്ലല്ല ഏയ് അത് ഞാൻ മറക്കൂല ആ. ആ എന്നാ പോട്ടെ ആ ഇതിപ്പോ ഒരു രസമുള്ള രോഗമാണുള്ളത് ഒരു മനുഷ്യന് കിട്ടിയ അസുഖം നോക്കണമെങ്കിൽ കുറേ ഭരിക്കണം എന്ന് വിചാരിച്ച് നടന്നാണ്ട് ഓനക്ക് കിട്ടിയ രോഗമാണ് ഇപ്പോൾ ആഭ്യന്തരം വനംവകുപ്പ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെ ആകാൻ ആഗ്രഹം ഉണ്ടോ ഈ രോഗം എന്ന് മാറാൻ അവന് ഓർക്കുന്നത് 23-ാം തീയതി കൊണ്ടൊന്നും ഈ രോഗം മാറല്ലാവില്ല വല്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും നിങ്ങളൊക്കെ കുറെ വനം വകുപ്പും ആഭ്യന്തരവും മുഖ്യമന്ത്രി പദമൊക്കെ കുറെ കൊണ്ടുവരുന്നില്ലേ ഈ ചങ്ങായിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായിന്റെ ഈ പിരാന്ത് മാറിക്കിട്ടും ഏത് നമുക്ക് രോഗം വന്ന ഒരാളെങ്ങനെ നാട്ടിൽ കാണുന്നതിനാട്ടി നല്ല രോഗമില്ലാതെ നടക്കുന്നത് കാണല്ലേ 23-ാം തീയതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചങ്ങായിക്ക് വട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വകുപ്പ് എനിക്ക് കൊടുക്കുക വനംവകുപ്പാണെങ്കിൽ അതാ നല്ലത് കേട്ടോ അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കി